ഹായ് ഹലോ എല്ലാവർക്കും തേർഡ് പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരും, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ സ്റ്റോറി മനസ്സിലാവുള്ളൂ. ആൻഡ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോവാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിർത്തിയത് ആൻറ്റിയുടെ മോൻ ആ രൂപത്തെ കണ്ടതിനെ പറ്റിയാണ്. അവൻ ചെറുതായതുകൊണ്ട് ആൻറ്റി അവനെ ഒരുപാട് പറഞ്ഞ് കൺവിൻസ് ചെയ്തു. ഇത് നിൻ്റെ തോന്നലാണ്, അങ്ങനെയൊന്നുമില്ല, അത് നിൻ്റെ സ്വപ്നത്തിലായിരിക്കും എന്നൊക്കെ. അതിനുശേഷം ആൻറ്റി എന്നെ കിച്ചണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ഞാൻ 2 ദിവസം മുമ്പ് കണ്ടിരുന്നു. അന്ന് അത് നിൻ്റെ അമ്മയായിരുന്നു നോക്കിയിരുന്നത്. ശരിക്കും അന്ന് തൊട്ടാണ് എനിക്ക് പേടിയായി തുടങ്ങിയത്. ശരിക്കും എന്തായിരിക്കും അത്, ആരായിരിക്കും, എന്തായിരിക്കും അത് വരാനുള്ള കാരണം എന്നൊക്കെ. അപ്പോഴാണ് ഇത് ഞങ്ങൾക്ക് മാത്രമാണോ അതോ പുറത്തുനിന്ന് ഒരാൾ വന്നാൽ അവർക്കും ഇത് സെയിം ഫീൽ ഉണ്ടാവുമോ എന്നൊരു സംശയം. അങ്ങനെ ഞങ്ങൾ ഒരാളെ കൂടെ ഇതിലേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇത് കുറച്ച് ക്രൂവലാണ്, പക്ഷേ അന്ന് ഞങ്ങൾക്ക് ഇതല്ലാതെ വേറെ വഴി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്ന എൻ്റെ കസിൻ സിസ്റ്ററിനെ വീട്ടിലേക്ക് വിളിക്കാൻ തീരുമാനിച്ചു. കസിൻ സിസ്റ്റർ കമൻറ്റ് ചെയ്യും. അങ്ങനെ നൈസായിട്ട് അവൾ വിളിച്ചു. ഇതൊന്നും പറയാതെ അറിയിക്കാതെ അവൾ വിളിച്ചു. അവൾ കൂളായിട്ട് കയറി വന്നു കഴിഞ്ഞിട്ടും അവൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ ചോദിക്കുന്നുണ്ട്, അവൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഇനി ഇത് നമ്മുടെ തോന്നലായിരിക്കും. അങ്ങനെ അന്നൊരു ദിവസം രാത്രിയായി, എന്നിട്ടും അവൾക്ക് ഭാവവ്യത്യാസമൊന്നുമില്ല. അവൾ കൂളാണ്, കുഴപ്പമൊന്നുമില്ല. അന്ന് ഞങ്ങൾ ഹാളിലാണ് കിടന്നത്. ഹാളിൽ ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കിടന്നു. അന്ന് രാത്രി ഞങ്ങൾ എന്തായാലും സുഖമായി ഉറങ്ങി. പുതിയൊരാളെ കൊടുത്തിട്ടുണ്ടേ, അവൾക്കന്ന് നൈറ്റ് ഡ്യൂട്ടി കൊടുത്ത് ഞങ്ങൾ 4 പേരും സുഖമായിട്ട് ഉറങ്ങി. നേരം വെളുത്തു, ഞങ്ങൾ എഴുന്നേറ്റു. അവൾ നോർമലായി നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, അവൾക്ക് കുഴപ്പമൊന്നുമില്ല. രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും കയ്യിൽ പിടിച്ച് അവൾ പോയി TV കാണുന്നുണ്ട്. ഞാൻ നൈസായിട്ട് ആൻറ്റിയുടെ അടുത്ത് പോയി പറഞ്ഞു, ആൻറ്റി അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇതിന് നമുക്ക് മാത്രമാണോ, അവൾ ഓക്കെയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ ബാക്കിൽ വന്ന് നിന്നത്. ആൻറ്റി എനിക്ക് ഇന്ന് തന്നെ വീട്ടിൽ പോകണം, എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല ഡൗട്ട് തോന്നി. ഞങ്ങൾ അവളോട് കാര്യം ചോദിച്ചു. അവളൊന്നും തുറന്ന് പറയുന്നില്ല. ഒന്നുമില്ല ഇത് തന്നെ ഞങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഞാനൊരു തമാശ പോലെ അവളോട് ചോദിച്ചു, നിനക്കെന്താ ഇവിടെ വല്ല പ്രേതമുണ്ടോ? അതിലവളുടെ ഫേസ് മാറുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അപ്പോൾ പിന്നെയും ചോദിക്കാതെ വഴിയില്ല. ലാസ്റ്റ് അവൾ പറഞ്ഞു തുടങ്ങി. ഞാൻ കിടന്നുറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു തുണി പോലെ ഒന്ന് എൻ്റെ ഫേസിൽ ഇങ്ങനെ ഉരയുന്നുണ്ടായിരുന്നു. ആ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ അവിടെ കർട്ടണോ ഒന്നുമില്ല. ആരോ നമ്മളുടെ ഫേസിൻ്റെ മേളിൽ കൂടെ കവച്ച് വെച്ച് പോകുന്ന പോലെ ഒരു ഫീല്. അപ്പോൾ അവരുടെ ഡ്രസ്സ് നമ്മളുടെ ഫേസിൽ ഒരയില്ലേ, അതുപോലെ. അങ്ങനെ അവൾ കണ്ണ് തുറക്കുന്നതും അവളുടെ കാലിൽ ഒരടി കിട്ടുന്നതും സെയിം ടൈമിലായിരുന്നു. ആ അടി കിട്ടിയപ്പോൾ അവൾ പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. ഇരുന്നപ്പോഴാണ് അവളുടെ ലെഫ്റ്റ് സൈഡിൽ, കിച്ചണിൻ്റെ സൈഡിൽ ആരോ നിൽക്കുന്ന പോലെ ഒരു ഫീല്. അവൾ അങ്ങോട്ട് നോക്കിയതും അവിടെ ആരോ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ 4 പേരും അവിടെ കിടക്കുന്നുമുണ്ട്. അപ്പോൾ 5-മത്തെ ഒരാൾ ആരായിരിക്കും? അവൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിനെ കാണാതായി. അവൾ അങ്ങനെ തന്നെ കിടന്നു. നോക്കുമ്പോൾ ഞങ്ങൾ 3 പേരും നല്ല ഉറക്കത്തിലാണ്. ആക്ച്വലി അവൾ രാവിലെ നേരത്തെ എഴുന്നേറ്റതല്ല, അന്ന് രാത്രി അവൾ ഉറങ്ങിയിട്ടില്ല. ഇത് പറഞ്ഞു കഴിഞ്ഞതും ഞങ്ങൾക്ക് അവളോട് ഇത് തുറന്നു പറയണമെന്ന് തോന്നി. ഞങ്ങളിതൊക്കെ പറഞ്ഞതും അവൾ, അപ്പോൾ നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ എന്ന് ചോദിച്ച് ഞങ്ങളോട് ദേഷ്യപ്പെട്ടു. ദേഷ്യമല്ല, ആക്ച്വലി സങ്കടമായിരുന്നു അവളുടെ മുഖത്ത്. അപ്പം ഞങ്ങൾ ഓർത്തു, ഇനി ഇവളെ കൂടി ഇതിലേക്ക് വലിച്ചിടണ്ട, ഇവളെ നമുക്ക് വീട്ടിലേക്ക് പറഞ്ഞു വിടാം. അങ്ങനെ പറയാൻ തീരുമാനിക്കുമ്പോഴും ഞങ്ങളുടെ ഉള്ളിലൊരു തോന്നലുണ്ട്,
ഇത് കേൾക്കുമ്പോൾ ഇവൾ പറയും, സാരമില്ല, ഞാൻ കൂടെ നിങ്ങളുടെ കൂടെ നിൽക്കാം, നമുക്കെല്ലാം ഒരുമിച്ച് നേരിടാം. ഇത് പറയാനായി ഞങ്ങൾ തിരിഞ്ഞു നോക്കിയതും ഫോണിൻ്റെ ഒരു കോള് വന്നു. ആൻറ്റി അത് അറ്റൻഡ് ചെയ്തു. അപ്പുറത്ത് അവളാണ്. ആൻറ്റി, ഞാൻ വീട്ടിലെത്തി. ആക്ച്വലി എൻ്റെ വീട്ടിൽ നിന്ന് 10-15 മിനിറ്റ് നടക്കാനേ ഉള്ളൂ അവളുടെ വീട്ടിലേക്ക്. ആക്ച്വലി ഇത് പറഞ്ഞ് കേട്ടപ്പോൾ തന്നെ അവൾ വീട്ടിലെത്തിയിരുന്നു. ഞങ്ങൾ വിചാരിച്ചിരുന്നത് മേളിൽ അമ്മാമ്മയുടെ കൂടെ അവളുണ്ടെന്നാണ്. അതിനുശേഷം അവൾ ആ വഴിക്ക് കണ്ടിട്ടേയില്ല. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മയുടെ ആങ്ങള, ഞങ്ങൾ അച്ചാച്ചയെന്ന് വിളിക്കും, അച്ചാച്ച വീട്ടിൽ വന്നത്. അച്ചാച്ചയ്ക്ക് ഒരു ദിവസം അവിടെ നിൽക്കണം. ഞങ്ങൾക്കിത് പറയണമെന്നുണ്ട്, പക്ഷേ എന്തു ചെയ്യും, പറഞ്ഞ ആൾ വിശ്വസിക്കുമോ? നിൽക്കട്ടെ എന്നോർത്തു. അങ്ങനെ അന്ന് പുള്ളി അവിടെ സ്റ്റേ ചെയ്തു. മുകളിൽ നിലയിൽ ഞങ്ങളെല്ലാവരും കിടക്കുന്നത് കൊണ്ട് ബെഡൊന്നും ഒഴിവില്ല. സോ പുള്ളി പറഞ്ഞു, ഞാൻ താഴെ പോയി കിടന്നോളാം, എനിക്ക് കീ തന്നാൽ മതി. ഞങ്ങൾക്കെല്ലാം തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷെ പറഞ്ഞാൽ ഫുള്ള് സ്റ്റോറി പറയേണ്ടി വരും. അത് കേട്ടാൽ പുള്ളി ഞങ്ങളെ കളിയാക്കും, വിശ്വസിക്കാൻ ഒരു ചാൻസും ഇല്ല. എന്നാൽ പിന്നെ ആൾ പോയി അനുഭവിച്ചിട്ട് വരട്ടെ അല്ലേ. ഓക്കെ പറഞ്ഞ് കീ കൊടുത്തു. ആളൊരു പില്ലോയും എടുത്ത് താഴത്തേക്ക് പോയി. അങ്ങനെ ഞങ്ങളെല്ലാവരും കിടന്നു. ഞങ്ങൾ തമ്മി ചോദിക്കുന്നുണ്ട്, അച്ചാച്ചക്ക് എന്തെങ്കിലും പറ്റിക്കാണോ, അച്ചാച്ച ഉറങ്ങിക്കാണോ? അങ്ങനെ ഒരു മണിയൊക്കെ ആയി കാണും. ഞങ്ങൾക്ക് ഇതിൻ്റെ പേടിയിൽ കൂടുതൽ അച്ചാച്ചയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള പേടിയാണ്. അങ്ങനെ ഒരു മണി ആവാറായപ്പോൾ ഡോറിൽ ആരോ മുട്ടുന്നു. ഞങ്ങൾ ശരിക്കും പേടിച്ചു. തുറക്കണോ? തുറന്നേ പറ്റൂ, കാരണം പിന്നെയും മുട്ടുന്നുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ധൈര്യമുള്ളത് കൊണ്ട് അമ്മാമ്മ പോയി തുറക്കാമെന്ന് തീരുമാനിച്ചു. പോയി തുറന്നപ്പോൾ പ്രേതമല്ല, അച്ചാച്ചയാണ്. പുള്ളിക്കെന്തോ അവിടെ കിടക്കാൻ തോന്നിയില്ലെന്ന്. പുള്ളി നേരെ വന്ന് ഒരു ബെഡ്ഷീറ്റ് പോലും വിരിക്കാതെ തറയിൽ പില്ലോ മാത്രം വെച്ച് കിടന്നു. അച്ചാച്ചി, എന്ത് പറ്റി? എന്താ അവിടെ കിടക്കാതിരുന്നത്? ഒന്നുമില്ല, ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ല, എന്താ കാര്യം? പുള്ളി പറയുന്നില്ല. എല്ലാവരും മാറി മാറി ചോദിച്ചു. പുള്ളി പറയുന്നില്ല. അതിനുശേഷം ഇപ്പോഴും ചോദിക്കാറുണ്ട്, അച്ചാച്ചി അന്ന് രാത്രി അവിടെ എന്താ പറ്റിയത്? അന്ന് രാത്രി അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? അറിയില്ല. അന്ന് അവിടെ രാത്രി സംഭവിച്ചത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യം.